ഹായ് സ്റ്റുഡൻസ്, MR ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഗോസസ് തിയറം. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം, പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ഗോസസ് തിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. ഈ കഴിഞ്ഞ മാർച്ച് 2020 പബ്ലിക് എക്സാമിന് വരെ ഗോസസ് തിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനായിട്ട് നമ്മൾ ആരെ കണക്കാക്കുന്നത്, ഗോസസ് തിയറത്തെ കണക്കാക്കുന്നത്. ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് തന്നെ പ്രത്യേകം പറയണം, കാരണം നമ്മൾ മാഗ്നറ്റിസത്തിലും ഗോസസ് തിയറം പഠിക്കുന്നുണ്ട്. എന്താണ് ഗോസസ് തിയറം പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചു. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എൻ ഏരിയ, പാസിംഗ് നോർമലി ത്രൂ എ സർഫസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദാറ്റ് സർഫസ്. ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന മാക്സിമം നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഇക്വേഷൻ? Phi is equal to EA cos theta. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എ ഏരിയ ആൻഡ് കോസ് തീറ്റ, ഇലക്ട്രിക് ഫീൽഡിനും ഏരിയ വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഇനി എന്താണ് ഗോസസ് തിയറത്തിൽ പറയുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്, ഇലക്ട്രിക് ഫ്ലക്സ് over a closed surface in free space is equal to 1/epsilon 0 times total charge enclosed by that surface. ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ്ഡ് സർഫസിന്റെ കേസിലാണ് ഗോസസ് തിയറം അപ്ലിക്കബിൾ ആവുന്നത്. എല്ലാ സർഫസിന്റെ കേസിലും അല്ല, ക്ലോസ്ഡ് സർഫസിന്റെ കേസിൽ മാത്രം. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/epsilon 0 times. Epsilon 0 എന്നുള്ള ടേം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇറ്റ് ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. 1/epsilon 0 times ടോട്ടൽ ഇലക്ട്രിക് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. അപ്പൊ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? Phi is equal to 1/epsilon 0 into sigma q. സിഗ്മ ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്ലോസ്ഡ് സർഫസിന്റെ അകത്തുള്ള ടോട്ടൽ ചാർജ്, ആ ക്ലോസ്ഡ് സർഫസിന്റെ അകത്തുള്ള ചാർജുകളുടെ ആകെ തുക, അതാണ് സിഗ്മ ക്യൂ. അപ്പൊ എന്താണ് ഗോസസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്? ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/epsilon 0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. Phi ഈസ് ഈക്വൽ ടു 1/epsilon 0 into സിഗ്മ ക്യൂ. ഇനി നമ്മൾക്ക് ഈ തിയറത്തിന്റെ പ്രൂഫ് പഠിക്കണം. ഓക്കെ, അതിനുശേഷം ഇതിന്റെ 3 അപ്ലിക്കേഷൻസും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നമ്മൾക്ക് ഗോസസ് തിയറത്തിന്റെ പ്രൂഫ് പഠിക്കാം. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/epsilon 0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. ഞാൻ പറഞ്ഞു ഗോസസ് തിയറം ക്ലോസ്ഡ് സർഫസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ക്ലോസ്ഡ് സർഫസ് ആദ്യം ഇമാജിൻ ചെയ്യും. ഇവിടെ ഒരു സ്ഫിയർ ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്. എത്രയാണ് ആ സ്ഫിയറിന്റെ റേഡിയസ്? 6 ആണ്. സ്ഫിയറിന്റെ സെന്റർ O ആണ്. സ്ഫിയറിന്റെ സെന്ററിൽ ഒരു പോസിറ്റീവ് ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, +q ചാർജ്. അപ്പൊ +q ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയാണ് സ്ഫിയറിന്റെ സർഫസ് വരിക. +q ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയായിട്ടാണ് സ്ഫിയറിന്റെ സർഫസ് വരുന്നത്. അങ്ങനെയുള്ള സ്ഫിയറിന്റെ സർഫസിലെ ഒരു പോയിന്റ് ആണ് ആര്? P. എത്രയായിരിക്കും പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? പി എന്ന് പറയുന്ന പോയിന്റ് +q ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയായതുകൊണ്ട് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയായിരിക്കും? E ഈസ് ഈക്വൽ ടു 1/4π epsilon 0 q ഡിവൈഡഡ് ബൈ r² ആയിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആണ്. അത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ കാര്യമാണ്. ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, വെക്ടർ ഇയുടെ ഡയറക്ഷൻ. ഇനി നമ്മൾക്ക് ഈ സ്ഫിയറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ക്ലോസ്ഡ് സർഫസുമായിട്ട് അല്ലെങ്കിൽ ഈ സ്പെറിക്കൽ സർഫസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് നമ്മൾക്ക് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഈ പി എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റും, പി എന്ന ഈ പോയിന്റിന് ചുറ്റും നമ്മളൊരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ സ്മോൾ ഏരിയയുടെ വാല്യൂ ds എന്നാണ്. ds എന്ന സ്മോൾ ഏരിയ ഈ ക്ലോസ്ഡ് സർഫസുമായിട്ട്, ഈ സ്ഫിയറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള
ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടെത്താൻ ഈ സ്ഫിയറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സ്ഫിയറിന്റെ പാർട്ടായിട്ടുള്ള ഒരു സ്മോൾ സർഫസ് ds ഏരിയയുള്ള സ്മോൾ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം ആ ds എന്ന സ്മോൾ സർഫസുമായിട്ട് ds ഏരിയയുള്ള സ്മോൾ സർഫസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് ഫസ്റ്റ് കണ്ടെത്തുന്നു. നമ്മൾക്കറിയാം എന്താണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ? phi is equal to EA cos theta എന്നാണ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ phi is equal to EA cos theta എന്നാണ്. ഇവിടെ എന്താണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? എ എന്താണ്? ഏരിയ. തീറ്റ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിനും ഏരിയ വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത് എന്താണ്? ds എന്ന ഈ സ്മോൾ ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കണ്ടെത്തുന്നത് അല്ലെ. ds എന്ന സ്മോൾ ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. അതിനുകൊണ്ട് നമ്മൾ അതിനെ d5 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ds എന്ന സ്മോൾ ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ d5 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. എന്തായിരിക്കും ആ d5 യുടെ ഇക്വേഷൻ? d5 is equal to E into എക്ക് പകരം ds, E ds cos theta എന്നായിരിക്കും. E ds cos theta. എന്താണ് ds? സ്മോൾ ഏരിയ ആണ്. എന്താണ് തീറ്റ? വെക്ടർ ഇക്കും വെക്ടർ dsനും ഇടയിലുള്ള ആംഗിൾ ആണ്. എന്താണ് വെക്ടർ ds? ഏരിയ വെക്ടർ. എപ്പോഴും ഏരിയ വെക്ടർ എങ്ങോട്ടേക്കായിരിക്കും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ? ഏരിയയിൽ നിന്ന് വരക്കുന്ന നോർമൽ ആണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഏരിയയിൽ നിന്നും വരക്കുന്ന നോർമൽ ആണ്. ഇതാണ് ഏരിയ എങ്കിൽ ഇതിൽ നിന്നും വരക്കുന്ന നോർമൽ ആണ് ഏരിയ വെക്ടർ. അപ്പൊ ds എന്ന് പറയുന്ന ഏരിയ വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ds എന്ന് പറയുന്ന സ്മോൾ ഏരിയയിൽ നിന്നും നോർമൽ വരച്ചാൽ ആ നോർമൽ ആണ് വെക്ടർ dsന്റെ ഡയറക്ഷൻ. അത് ആരുടെ അതേ ഡയറക്ഷനിലാണ്? വെക്ടർ ഇയുടെ അതേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ വെക്ടർ ഇക്കും വെക്ടർ dsനും ഇടയിലുള്ള ആംഗിൾ തീറ്റ ഈക്വൽ ടു എത്രയാണ്? 0. അങ്ങനെയാണെങ്കിൽ ഈ ds എന്ന സ്മോൾ ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സ്മോൾ ഫ്ലക്സ് d5 ഈസ് ഈക്വൽ ടു എന്താ വരിക? ഈ ds cos 0. cos 0 1 ആയതുകൊണ്ട് ഈ ds എന്ന് വരും. d5 ഈസ് ഈക്വൽ ടു ഈ ds. അപ്പൊ എന്താണ് ഈ ds? ds എന്ന സ്മോൾ ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സ്മോൾ ഫ്ലക്സ്. അതാണ് d5 ഈസ് ഈക്വൽ ടു E ഇൻറ്റു ds. അങ്ങനെയാണെങ്കിൽ ഈ ds എന്ന് പറയുന്ന സ്മോൾ ഏരിയ ഈ ലാർജ് സ്ഫെറിക്കൽ സർഫസിന്റെ ഒരു ഭാഗമാണ്. ആ ds എന്ന് പറയുന്ന സ്മോൾ ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ആര്? d5. അങ്ങനെയാണെങ്കിൽ ഈ ലാർജ് സ്ഫെറിക്കൽ സർഫസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് d5നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ds എന്ന സ്മോൾ ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സ്മോൾ ഇലക്ട്രിക് ഫ്ലക്സ് d5യെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമ്മൾക്ക് ഈ ലാർജ് സ്ഫെറിക്കൽ സർഫസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. ഓക്കെ, അതായത് ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദിസ് സ്ഫെറിക്കൽ സർഫസ് phi ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ d5 ആണ്. ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദിസ് ക്ലോസ്ഡ് സർഫസ്, ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദിസ് സ്ഫെറിക്കൽ സർഫസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ d5. എന്താണ് d5? ഈ സ്ഫെറിക്കൽ സർഫസിലെ ഒരു സ്മോൾ പാർട്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സ്മോൾ ഫ്ലക്സ്. ഓക്കെ, ദാറ്റ് ഈസ് phi ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രൽ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് d5? E ds. phi ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ E ds. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ E എന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ സർഫസിലെ ഏത് പോയിന്റ് എടുത്താലും ഈന്റെ വാല്യൂ സെയിം ആണ്. നമ്മൾ ഇവിടെയാണ് P എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് r തന്നെയാണ്. കാരണം r ഈ സ്ഫിയറിന്റെ റേഡിയസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സർഫസിലെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റ് ഒക്കെ പ്ലസ് ക്യൂ ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയായതുകൊണ്ട്, ഈക്വൽ ഡിസ്റ്റൻസ് അകലെയായതുകൊണ്ട് ആ സർഫസിലെ ഏത് പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്? സെയിം ആണ്, സെയിം വാല്യൂ ആണ്, യൂണിഫോം വാല്യൂ ആണ്. അപ്പൊ ഈന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾക്കത് ഇന്റഗ്രേഷന്റെ ഔട്ട് സൈഡിൽ എടുത്താൽ we get phi is equal to E into integral ds. Since E is constant, സർഫസിലെ ഏത് പോയിന്റിലും ഈന്റെ വാല്യൂ എന്താണ്? സെയിം ആയതുകൊണ്ട് നമുക്ക് ഈന്റെ ഇന്റഗ്രേഷൻ ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ നമുക്ക് phi is equal to എന്താ കിട്ടുക? E into integral ds. എന്താണ് ഇന്റഗ്രൽ ds? ds എന്നത് സ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സ്മോൾ ഏരിയ ആണ്.
ആ സ്മോൾ ഏരിയനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സ്ഫിയറിന്റെ ഏരിയയാണ്. സ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന സ്മോൾ ഏരിയയെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്നത് സ്ഫിയറിന്റെ സർഫസ് ഏരിയ നമുക്ക് കിട്ടുക. ആർ റേഡിയസ് ഉള്ള സ്ഫിയറിന്റെ സർഫസ് ഏരിയ എത്രയാണ്? 4πr² ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഫൈ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? E ഇൻറ്റു 4πr² എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2. ഫൈ ഈസ് ഈക്വൽ ടു E ഇൻറ്റു 4πr². ഇവിടെ ഇക്വേഷൻ 1 ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ 1 എന്താ ഉള്ളത്? ഇന്റെ വാല്യൂ ആണുള്ളത്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇക്വേഷൻ 1 പറയുന്നത്. E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². ഇക്വേഷൻ 2ലോ ഫൈ ഈക്വൽ ടു E ഇൻറ്റു 4πr². ഇക്വേഷൻ 1 ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റെ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലെ? അപ്പൊ ഇക്വേഷൻ 1 ഇൻറ്റു നമുക്ക് എന്താ കിട്ടുക? ഫൈ ഈസ് ഈക്വൽ ടു ഇക്ക് പകരം 1/4πε0 Q ഡിവൈഡഡ് ബൈ r² ഇൻറ്റു 4πr². ഇവിടെ ഡിനോമിനേറ്ററിൽ 4πr² ഉണ്ട്, ന്യൂമറേറ്ററിലും 4πr² ഉണ്ട്. ആ രണ്ട് ടേമും ക്യാൻസൽ ആയി പോകും അല്ലെ? ഡിനോമിനേറ്ററിലെ 4πr² ന്യൂമറേറ്ററിലെ 4πr² ക്യാൻസൽ ആയാൽ ബാക്കി നമ്മൾക്ക് കിട്ടുന്നത് ഫൈ ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q എന്നാണ്. അപ്പൊ എന്താണ് ഈ എക്സ്പ്രഷന്റെ മീനിങ്? ഫൈ ഇലക്ട്രിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദിസ് ക്ലോസ്ഡ് സർഫസ് is equal to 1/ε0 times Q. What is Q? Charge enclosed by this surface. അത് തന്നെയല്ലേ ഗോസ്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് is equal to 1/ε0 times total charge enclosed by the surface. ഇവിടെ ഈ സ്ഫെറിക്കൽ സർഫസിന്റെ അകത്തുള്ള ടോട്ടൽ ചാർജ് Q ആണ്. അപ്പൊ ഈ സ്ഫെറിക്കൽ സർഫസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് Q ആയിരിക്കും. ഇത് തന്നെയാണ് ഗോസസ് തിയറത്തിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അപ്പൊ ഇതാണ് ഗോസസ് തിയറത്തിന്റെ പ്രൂഫ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പഠിക്കേണ്ടത് ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻസ് ആണ്. നമുക്ക് 3 അപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. അത് നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.